സർക്കാരിന്റെ സൗജന്യ യാത്രക്കിടയിലും സ്വകാര്യ ബസ്സുകളെ മറക്കാത്ത സ്ത്രീകൾക്ക് മധുരം വിതരണം ചെയ്ത സ്വകാര്യ ബസ് ജീവനക്കാർ. മാവൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ഗരുഡ ബസ്സിലാണ് മിഠായി വിതരണം ചെയ്തത്. ആകാശ് തടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ ഏറെ ആശങ്കയുണ്ടാക്കിയതായിരുന്നു ഈ പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യങ്ങൾ. സ്ത്രീകളാണ് 60% ഈ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിക്കുന്നത്. ഈ വരുമാനമാണ് പ്രൈവറ്റ് ബസ്സിൻ്റെയും പ്രധാന വരുമാനം. എന്നാൽ അത് മലബാർ മേഖലയെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായി തന്നെ മാവൂരിൽ നിന്നും കോഴിക്കോട് വരെ പോകുന്ന ഗരുഡ ബസ്സിലാണ് സ്ത്രീകളുടെ ആദരവ് സൂചനമായി ഇപ്പോൾ മധുരം വിതരണം ചെയ്യുന്നത്. അതിലെ ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത്? എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണ്ടേന്ന് വിചാരിച്ചാണ്. അങ്ങനെയാണ് മധുരം കൊടുക്കാനുള്ളത്. മുതലാളി പറഞ്ഞു, അങ്ങനെ വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് മുതലാണ് KSRTCയിലേക്ക് സൗജന്യ യാത്ര വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശയം വന്നപ്പോൾ നമ്മളെല്ലാവർക്കും സന്തോഷമായി. മുതലാളി പറഞ്ഞു ഇങ്ങനെ അന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ്. സ്ത്രീ യാത്രക്കാരൊന്നും നമ്മളെ കൈവിട്ടിട്ടില്ലല്ലേ? കൈവിട്ടില്ല. വേറെ ആശങ്ക ഉണ്ടാക്കിയിരുന്നില്ല ഈ സ്ത്രീകളെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കയറാൻ സ്ത്രീകളില്ലെങ്കിൽ വലിയൊരു വരുമാനത്തിൽ തന്നെ വലിയ ഒരു ഇടിവുണ്ടാവുന്ന പ്രതീക്ഷിച്ചിരുന്നു. അന്ന് പിന്നെ സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതലാണ് ബസ്സിലുള്ളത്. ഒരുപാട് ഓഫീസ് ടൈമിൽ KSRTC ബസ് ഓടുന്നില്ല. ഇത് അപ്പോഴും ഇപ്പോഴും 1-2 ബസ്സേ ഈ റൂട്ടിലുള്ളൂ. തോനെ ആശ്രയിക്കുന്നത് എല്ലാവരും പ്രൈവറ്റ് ബസ്സാണ്. ഓഫീസ് ടൈം കറക്റ്റ് ടൈമിന് പോകാനും വരാനും പാകത്തിലുള്ളത് KSRTC ബസ്സിലാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും. അതുതന്നെയാണ് പ്രധാനമായും ഈ റൂട്ടിൽ KSRTC ഓർഡിനറി ബസ്സുകൾ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകളും പ്രൈവറ്റ് ബസ്സിനെയാണ് ആശ്രയിക്കുന്നത്. സ്ത്രീ യാത്രക്കാരായ നിരവധി പേരുണ്ട്. അപ്പോൾ ചേച്ചി, KSRTCയിൽ സൗജന്യ യാത്രയുണ്ട്, പ്രൈവറ്റ് ബസ്സിനെ കൈവിടാതിരിക്കുകയാണ്? ഇല്ല, ഞാൻ സാധാരണ പ്രൈവറ്റ് ബസ്സിലാണ് പോവല്, KSRTC പോവലില്ല. പ്രൈവറ്റ് ബസ്സിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് എത്താൻ പറ്റുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങളുടെ റൂട്ടിൽ KSRTC ബസ് കുറവാണ്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ജോലിക്ക് കൃത്യസമയത്ത് എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവരൊരു ആദരവാണ് തന്നിരിക്കുന്നത്. മിഠായി നൽകിക്കൊണ്ടൊരു ആദരവാണ് ഇവർ തന്നിരിക്കുന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും KSRTC കയറാതെ കയറണോണ്ട് അപ്പോൾ കൊടുക്കാതിരിച്ചു. വലിയ ആശങ്ക ഉണ്ടായിരുന്നോ? നല്ലപോലെ എല്ലാവരും KSRTC പോയി വിചാരിച്ചിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നത് പ്രൈവറ്റ് ബസ്സാണ്. KSRTC ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവാണല്ലേ? അതെ. അതുകൊണ്ടാണ് പ്രൈവറ്റ് അതിൽ തന്നെ കയറുന്നത്. അങ്ങനെ മധുരം നൽകിക്കൊണ്ട് തന്നെ സ്ത്രീകളെ ആദരിക്കുകയാണ് സ്വകാര്യ ബസ്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അതീന്ദ്രജിത്തുവിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.